തിരുവാതിര, പുണർദം, പൂരുരുട്ടാതി, രേവതി, ഉത്രട്ടാതി, കാർത്തിക, രോഹിണി, മകയിരം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ ആവാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും ഈ ഫെബ്രുവരി മാസം 5-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം പ്രധാനപ്പെട്ടതും നിങ്ങൾ അത്രയധികം കാത്തിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ടതുമാണ്. അതായത് ഇപ്പോൾ ദേവഗുരുവായ വ്യാഴം പുണർദം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം നടത്തുകയും അതിലൂടെ വ്യാഴത്തിൻ്റെ സ്വാധീനവും ഒപ്പം തന്നെ സമ്പത്തിൻ്റെയും സർവ ധനനേട്ടങ്ങളുടെയും ദാതാവായ ശുക്രൻ്റെ സ്വാധീനവും ഇപ്പോൾ പറഞ്ഞ 8 നക്ഷത്രക്കാരിലേക്ക് ഒന്നിച്ചെത്തുന്നതോടെ ഈ 3 രാശിക്കാരിലും ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച സൃഷ്ടിക്കപ്പെടുവാൻ പോകുന്നത് ഗുരുശുക്ര രാജയോഗമാണ്. അപ്പോൾ ഈ ഒരു രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരുടെയും ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങളിൽ പലതും മാറിമറിയുകയും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ഈ ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. അപ്രകാരം നോക്കുമ്പോൾ ഗുരുശുക്ര രാജയോഗത്തിലൂടെ ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച ഗുരുശുക്ര രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മിഥുനം രാശിക്കാരിൽ കൂടുതൽ വ്യക്തികൾക്കും നിലവിലുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ എന്താകുമെന്ന് അറിയുവാനായി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ വളരെ നാളുകളായി ആ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയും ആ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായി കിട്ടുവാനായി കാത്തിരിക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല, ഇന്ന് ഈ അധ്യായം കാണുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും മനസ്സിൽ ഒരു വിധത്തിലുള്ള സന്തോഷവും ഇല്ലാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയും ചില വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും ജീവിതത്തിൽ നിലനിൽക്കുന്നു. എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും ഒരു പോസിറ്റീവായ അനുഭവം ജീവിതത്തിൽ ഇതുവരെ കാണുവാൻ കഴിയാതെ വളരെയധികം ബുദ്ധിമുട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ നാളുകൾക്ക് ശേഷം ഏറ്റവും ഗുണകരമായ ചില കാര്യങ്ങൾ വന്നു ചേരുന്ന തരത്തിലുള്ള ഏറ്റവും സൗഭാഗ്യകരമായ ഒരു സമയമായിരിക്കും ഈ ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ഗുരുശുക്ര രാജയോഗത്താൽ വന്നു ചേരുന്നത്. ഇതിൽ ആദ്യമായി തന്നെ ഈ രാജയോഗം സിദ്ധിക്കുന്ന സമയത്ത് മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച നേടിയെടുക്കുവാൻ കഴിയുന്നത് സാമ്പത്തിക മേഖലയിലായിരിക്കും. അതായത് ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ധനനേട്ടങ്ങളെക്കാൾ ഉപരിയായി ധനനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ചില വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് എത്രയൊക്കെ കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു ഉന്നമനം ജീവിതത്തിൽ കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥയാണ് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്നത്. എന്നാൽ
ഈ ഗുരുശുക്ര രാജയോഗം നിങ്ങളിൽ ഭാഗ്യമായി നിൽക്കുന്ന സമയത്ത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിയിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ചില സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ഒപ്പം തന്നെ ചില നിക്ഷേപ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ കൃത്യമായി വരികയും അതിലൂടെ ഭാവിയിൽ ഒരു സാമ്പത്തിക നേട്ടം ചില മിഥുനം രാശിക്കാർക്ക് നേടിയെടുക്കുവാൻ കഴിയുകയും ചെയ്യുവാൻ പോകുന്നതായി ഫലത്തിൽ കാണും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന സമയത്ത് ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച സ്വർണം, വെള്ളി പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഒരു മിഥുനം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിക്കാവുന്നതാണ്. കാരണം അല്പം നാളുകൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ചെയ്തത് ഏറ്റവും ലാഭകരമായ ഒരു കാര്യമായിരുന്നു എന്ന തരത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് ഫലപ്രകാരം ഈ ഗുരുശുക്ര രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്നത്. ഇനി ഭാവിയിലേക്ക് ഉതകുന്ന തരത്തിലുള്ള ധനനേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നതിന് പുറമെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില സാമ്പത്തിക ആവശ്യങ്ങൾക്കും ചില കടബാധ്യതകൾക്കും പരിഹാരം കാണുവാനുള്ള യോഗവും മിഥുനം രാശിക്കാരിൽ ഈ ഒരു സമയത്ത് ഉണ്ടാകും. അതായത് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് മനസമാധാനക്കേട് അനുഭവിച്ചിരുന്ന മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ഒരു ദുരവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയുന്ന സമയം തന്നെയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. ഒപ്പം തന്നെ ഈ ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് തൊഴിൽ സംബന്ധമായി വളരെ മെച്ചപ്പെട്ട ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ഇതിൽ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മിഥുനം രാശിക്കാരിൽ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അനുഭവിച്ചു വരുന്ന ഏതൊക്കെയോ വ്യക്തികളുണ്ട്. അതായത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ജോലി വീണ്ടും തുടർന്നു പോകുന്നത്. കാരണം അത്രയേറെ മാനസിക സംഘർഷവും എപ്പോൾ വേണമെങ്കിലും ഈ ജോലിയും നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള അവസ്ഥയുമാണ് അവിടെ നിലനിൽക്കുന്നത്. എന്നാൽ അത്തരത്തിൽ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം മനസമാധാനക്കേടുകൾ നിറഞ്ഞ ഒരു അനുഭവം ജീവിതത്തിൽ നേരിടുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഗുരുശുക്ര രാജയോഗം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കഴിയും എന്നതും ഫലപ്രകാരം വ്യക്തമാണ്. ഒപ്പം തന്നെ ചില മിഥുനം രാശിക്കാരുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വന്നു ചേരുവാൻ പോകുന്നത് അവിശ്വസനീയമായ ചില ഉയർച്ചകളാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഇപ്പോഴുള്ള തൊഴിൽ മേഖലയിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുകയും മറ്റൊരു സ്ഥലത്തേക്കോ മറ്റൊരു ജോലിയിലേക്കോ ഒക്കെ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന മിഥുനം രാശിക്കാർക്കും ഈ ഒരു സമയം വളരെ ഭാഗ്യകരമാണ്. അതായത് ഇതുവരെ എന്തൊക്കെ തരത്തിലുള്ള തടസ്സങ്ങളാണോ നിങ്ങൾ നേരിട്ടിരുന്നത് ആ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാവുകയും നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നേടിയെടുക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കൈവരുകയും ചെയ്യുന്ന സമയമാണ് ഈ ഗുരുശുക്ര രാജയോഗത്താൽ വന്നു ചേരുന്നത്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ഒരു സമയം മിഥുനം രാശിക്കാർക്ക് വളരെ മികച്ചത് തന്നെയായിരിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വളരെയധികം വർദ്ധിക്കുകയും എന്തെന്നില്ലാത്ത ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യുന്ന തരത്തിലായിരിക്കും ഈ ഗുരുശുക്ര രാജയോഗം മിഥുനം രാശിക്കാരിൽ രൂപപ്പെടുന്നത്. ഇനി ഈ ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച ഗുരുശുക്ര രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഒട്ടനവധി ശുഭകരമായ കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രണ്ടാമത്തെ രാശിക്കാരായി വരുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത്രയധികം ദുരിതപൂർണമായ ഒരു അവസ്ഥയിലൂടെയാണ്.
കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എന്തൊക്കെയോ ചില ദുഃഖങ്ങൾ മനസ്സിനെ ബാധിച്ചിരിക്കുന്നത് കൊണ്ടും ജീവിതത്തിൽ ഒരു വിധത്തിലും മറികടക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള ചില ദുരവസ്ഥകൾ കൊണ്ടും ജീവിതം പോലും വേണ്ടെന്ന് വയ്ക്കുന്നതിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന ഈ ഗുരുശുക്ര രാജയോഗം എന്ന് പറയുന്നത് മീനം രാശിയിൽ പിറന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ നിറം പകരുന്ന ഒന്ന് തന്നെയായിരിക്കും. ഇതിൽ തന്നെ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതായത് ജീവിതത്തിൽ ഒരു വിധത്തിലും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ കഴിയാത്ത തരത്തിൽ വീടിനുള്ളിൽ എപ്പോഴും കലഹങ്ങളും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും വളരെ വലിയ രീതിയിൽ നിങ്ങൾ അനുഭവിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് വീട്ടിലുള്ളവർ തമ്മിൽ പരസ്പരം കലഹമുണ്ടാകുന്നു. മാത്രമല്ല ഒരു കുടുംബം എന്നുള്ള രീതിയിൽ ഒത്തൊരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുകയോ വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയോ ചെയ്യുവാൻ അവിടെയുള്ളവർക്ക് കഴിയുന്നില്ല. ഏറ്റവും പ്രധാനമായി വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് നാളുകൾ മാത്രമായിട്ടുള്ള ചില മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വരെ ദാമ്പത്യ ജീവിതത്തിൽ പരാജയമാണ് നേരിടേണ്ടി വരുന്നത്. എന്നാൽ അത്തരത്തിൽ കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും ഒരു അസ്ഥിരത നേരിട്ട് വന്നിരുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഗുരുശുക്ര രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. അതായത് നിങ്ങൾക്ക് പോലും അതിശയം തോന്നത്തക്ക രീതിയിൽ കുടുംബത്തിൽ സന്തോഷം അധികരിക്കുകയും ചില ശുഭകാര്യങ്ങൾ നിങ്ങളുടെ വീടിനെ തേടിയെത്തുകയും ചെയ്യും. ഇനി സാമ്പത്തിക കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ഇന്ന് ഈ അധ്യായം കാണുന്ന സമയത്തും പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരിൽ ചിലർ എന്തൊക്കെയോ പ്രധാനപ്പെട്ട ചില സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണണമെന്ന് അറിയാതെ ബുദ്ധിമുട്ടുകയാണ്. അതായത് ആ കടബാധ്യതകൾക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ചില അവസ്ഥയിലൂടെയാണ് ഏതൊക്കെയോ മീനം രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഫലപ്രകാരം തെളിയുന്നതനുസരിച്ച് ഈ ഗുരുശുക്ര രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്നതിനാൽ തന്നെ ഒരു ധനവരവ് നിങ്ങൾക്കുണ്ടാവുകയും ഈ ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ചയോടെ നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ പലതും ഇല്ലാതാവുകയും ചെയ്യും. ഇനി ഇതിനെല്ലാം പുറമെ ഈ ഗുരുശുക്ര രാജയോഗം സിദ്ധിക്കുന്ന സമയം എന്ന് പറയുന്നത് മീനം രാശിയിൽ പിറന്ന വിദ്യാർത്ഥികൾക്കും വളരെ മികച്ച ഒരു സമയമാണ്. അതായത് ഇതുവരെ നിങ്ങൾ നേടിയിട്ടുള്ളതിലും സവിശേഷകരമായ ചില നേട്ടങ്ങൾ ഈ ഒരു സമയത്ത് കരസ്ഥമാക്കുവാനും ഒപ്പം തന്നെ ചില ഉന്നത വിദ്യാഭ്യാസ മേഖലകളെ പറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് ചില പ്രധാന ചുവടുവെപ്പുകൾ നടത്തുവാനും പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരായിട്ടുള്ള കുട്ടികൾക്ക് കഴിയും. മാത്രമല്ല മീനം രാശിയിൽ പിറന്ന മാതാപിതാക്കൾക്കും മക്കളുടെ ചില നേട്ടങ്ങൾ കണ്ട് സന്തോഷിക്കുവാനുള്ള യോഗം ഈ ഒരു സമയത്ത് വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ മക്കളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെ പറ്റിയും ചിന്തിച്ച് വളരെയധികം ആകുലതകൾ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ഒരു മീനം രാശിയിൽ പിറന്ന മാതാവോ പിതാവോ ആണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ മീനം രാശിയിൽ പിറന്ന മക്കളുള്ള ഒരു മാതാവോ പിതാവോ ആണ് നിങ്ങളെങ്കിൽ, ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വന്നു ചേരേണ്ട ശുഭകാര്യങ്ങൾ ഒരു തടസ്സവും കൂടാതെ ഈ ഒരു സമയത്ത് വന്നു ചേരും എന്നത് തന്നെയാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ നാളുകളായി നിരന്തരം ഓരോ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അത്തരത്തിൽ വിവാഹപ്രായമായ മീനം രാശിയിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും ഈ ഗുരുശുക്ര രാജയോഗം കൊണ്ട് മംഗളകരമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉടനടി ഉണ്ടാകും.
വിവാഹ തടസ്സം നീങ്ങുമെന്നത് മാത്രമല്ല, ഉടനടി വിവാഹം നടക്കുകയും അതേ തുടർന്ന് ഒട്ടനവധി ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. ഇതിൽ തന്നെ ചില വ്യക്തികൾക്ക് വിവാഹശേഷമായിരിക്കും ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുന്നത്. ഇനി അടുത്തതായി ഈ ഗുരു-ശുക്ര രാജയോഗം സിദ്ധിക്കുന്നതോടെ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്നത് ചില മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ കാലങ്ങളായി നിലനിന്നിരുന്ന കാര്യതടസ്സങ്ങളായിരിക്കും. ഏറ്റവും പ്രധാനമായി ചില പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാർ നാളുകളായി വസ്തുവിൽപ്പനയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ലാഭകരമായ രീതിയിൽ ആ വിൽപ്പന നടത്തിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ സമ്പത്തിൻ്റെയും ധനനേട്ടങ്ങളുടെയും ദേവനായ ശുക്രൻ ഇപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യകരമായി വരുന്നതിനാൽ തന്നെ ആ ഒരു കാര്യത്തിന് നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങി രാജയോഗ തുല്യമായ ഒരു ധനനേട്ടം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വസ്തുവിൽപ്പനയിലൂടെ വന്നു ചേരും. ഒപ്പം തന്നെ ഈ ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ചയോടെ വിദേശയാത്രയ്ക്ക് വേണ്ടിയുള്ള ചില അപേക്ഷകൾ സമർപ്പിച്ചിരുന്ന മീനം രാശിയിൽ പിറന്ന ചില ആളുകൾക്ക് അതിനെപ്പറ്റിയുള്ള ഒരു ശുഭവാർത്ത കേൾക്കുവാൻ കഴിയും. അതുപോലെ ഒട്ടനവധി ശുഭകാര്യങ്ങൾ മീനം രാശിക്കാർക്ക് ഉണ്ടാകുമെന്നത് മാത്രമല്ല, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച മീനം രാശിക്കാർക്ക് ശുഭകരം തന്നെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ജീവിതത്തിൽ ഇതുവരെ ഒട്ടനവധി പ്രതിസന്ധികൾ മാത്രം അനുഭവത്തിൽ വന്നിരുന്ന മീനം രാശിക്കാരാണ് നിങ്ങളെങ്കിലും ഈ രാജയോഗം നിങ്ങളുടെ ജീവിതത്തെ വലിയ ഒരു മാറ്റത്തിലേക്ക് എത്തിക്കുകയും അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളെ നിങ്ങൾക്ക് സമ്മാനിക്കുകയും ചെയ്യും. ഇനി മൂന്നാമതായി ഈ ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ഗുരു-ശുക്ര രാജയോഗം കൊണ്ട് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാലങ്ങളായി കാത്തിരുന്ന ചില കാര്യങ്ങളെ ഒരു പര്യവസാനത്തിലേക്ക് എത്തിക്കുവാൻ ഈ രാജയോഗത്തിന് കഴിയും. അപ്രകാരം പറയുവാൻ കാരണം ഇപ്പോൾ ഈ അധ്യായം കാണുന്നതിൽ ഒരു ബഹുഭൂരിപക്ഷം ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജീവിതത്തിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വളരെ നാളുകളായി കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. കാത്തിരിപ്പുകൾ തുടരേണ്ടി വരികയും കാര്യതടസ്സങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നു എന്നത് മാത്രമല്ല, മറ്റു ചില ഇടവം രാശിക്കാർക്ക് ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ഭാഗ്യക്കേടുകൾ മാത്രം നിറഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില സന്തോഷങ്ങൾ ഉണ്ടാവുകയും നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചെടുക്കുവാനുള്ള ഭാഗ്യം തെളിയുകയും ചെയ്യുന്ന സമയമാണ് ഇത്. ഏറ്റവും പ്രധാനമായി ഈ ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച നിങ്ങളിൽ സിദ്ധിക്കുവാൻ പോകുന്ന ഗുരു-ശുക്ര രാജയോഗത്താൽ ഇടവം രാശിക്കാർക്ക് സാമ്പത്തികമായി വളരെ പ്രധാനപ്പെട്ട ചില നേട്ടങ്ങൾ ഈ ഒരു ദിവസം കൈവരിക്കുവാൻ കഴിയും. മാത്രമല്ല, മറ്റുള്ള ചില വ്യക്തികൾക്ക് കടമായി കൊടുത്ത നിങ്ങളുടെ ചില സമ്പാദ്യങ്ങൾ തിരികെ ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ രാജയോഗത്താൽ ഈ രാശിക്കാർക്ക് ഉണ്ടാകുവാൻ പോവുകയാണ്. കടമായി കൊടുത്ത പണം, സ്വർണം എന്നിവ ഇടവം രാശിക്കാരിലേക്ക് തിരികെ എത്തും എന്നതുപോലെ തന്നെ ഈ ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച ചില വ്യക്തികളിൽ വാഹനയോഗവും കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഇടവം രാശിയിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും ജീവിതത്തിലെ ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും അതേസമയം ശുഭകാര്യങ്ങളെല്ലാം ചെയ്യുവാനും ഏറ്റവും ഉത്തമമായ ഒരു ദിവസം കൂടിയാണ് ഈ ഗുരു-ശുക്ര രാജയോഗം സിദ്ധിക്കുന്ന ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന
ഒരു ഇടവം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇരട്ടി ഭാഗ്യങ്ങളായിരിക്കും നിങ്ങളുടെ വരും വർഷത്തെ ജീവിതത്തിൽ വന്നു ചേരുവാനിരിക്കുന്നത് എന്ന സത്യവും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഈ ഒരു രാജയോഗം സിദ്ധിക്കുന്ന ദിവസമായ ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച രാവിലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുന്നതും നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം ഗുണകരമായിരിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നതിലൂടെ ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ വേഗത്തിൽ പൂർത്തീകരണത്തിലേക്ക് എത്തും. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ഫെബ്രുവരി 5-ാം തീയതി ഇടവം രാശിക്കാർക്ക് വളരെ ഗുണകരം തന്നെയാണ്. ഇനി ഇതിനെല്ലാം പുറമെ ഈ ഗുരു-ശുക്ര രാജയോഗം സിദ്ധിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇടവം രാശിക്കാരുടെ കുടുംബങ്ങളിൽ വളരെയധികം ഈശ്വരാധീനവും പോസിറ്റിവിറ്റിയും അനുഭവത്തിൽ വരികയും അതിനാൽ തന്നെ കുടുംബത്തിലുള്ളവർ തമ്മിലുള്ള സ്നേഹവും സന്തോഷവും വർദ്ധിക്കുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും. അപ്പോൾ എല്ലാവിധത്തിലും നിങ്ങളുടെ ജീവിതം ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്ന സമയത്തിൻ്റെ തുടക്കമായിരിക്കും ഈ ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും വളരെ ശുഭകരമായ ചില കാര്യങ്ങളെ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു സമയമായാണ് നിങ്ങളിൽ സിദ്ധിക്കുവാൻ പോകുന്ന ഈ ഗുരു-ശുക്ര യോഗം കൊണ്ട് കൈവരുവാൻ പോകുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.